ഹലോ, നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഞാൻ 2-3 ദിവസമായിട്ട് പത്രം വായിച്ചിട്ടില്ല, സോറി. എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ട്രാവലും പരിപാടികളും ഒക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ വായിക്കാനുള്ളൊരു സമയം കിട്ടിയില്ല. ഇന്നലെ കിട്ടേണ്ടതായിരുന്നു, പക്ഷേ ഇന്നലെ എനിക്ക് അതിനുള്ളൊരു മടിയായിരുന്നു. അതുകൊണ്ടാണ് വായിക്കായിരുന്നത്. കാരണം മിനിഞ്ഞാന്നൊക്കെ ഞാൻ പ്രോഗ്രാം കഴിഞ്ഞ് വന്ന് അങ്ങനെയൊക്കെയുള്ളൊരു ഇതിലായതുകൊണ്ടാണ്. ഇന്നത്തെ നമുക്ക് പത്രത്തിൽ പ്രധാനമായിട്ടും നമുക്ക് ഇന്നലെയൊക്കെ എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ കലോത്സവം, കൊല്ലത്തുള്ള കലോത്സവമൊക്കെ ഇന്നലെ സമാപിച്ചു. മമ്മൂട്ടിയൊക്കെ ആയിരുന്നു അതിന്റെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതും ആ സമ്മാനങ്ങൾ നേരിട്ടതും കൊടുത്തതും എല്ലാം മമ്മൂട്ടിയും അവരൊക്കെയാണ് പ്രതിപക്ഷ നേതാവ്. അതുപോലെ തന്നെ മന്ത്രിമാര്, മുകേഷ്, എല്ലാവരും അതിൽ പങ്കെടുത്തിരുന്നു. അതൊരു വലിയ പരിപാടിയായിരുന്നു. ആ സ്റ്റേജിൽ നമ്മൾ എന്ത് ജനമായിരുന്നു. നമുക്ക് ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ദേഷ്യപ്പെട്ട് പോയതായിട്ട് നമുക്ക് ഫീലിംഗ്. കാരണം ഒരു സമയത്ത് മന്ത്രി കയറി വരുന്നു, അതിനുവേണ്ടി ഇടി ബഹളം അതൊക്കെ നടക്കുന്നുണ്ട്. ഇതിനിടയിൽ നമുക്ക് തന്നെ കാണുമ്പോൾ തോന്നുന്നു എന്താണ് ഇവർ കാണിക്കുന്നത്, ഒരു പ്രോപ്പറായിട്ടുള്ളൊരു പരിപാടി ഇല്ലല്ലോ എന്ന് വിചാരിക്കും. പിന്നെ അത് അത്രയും ജനങ്ങളും കുട്ടികളും എല്ലാം സ്റ്റേജിലുണ്ട്. സോ അതുകൊണ്ടായിരിക്കാം അപ്പോൾ അതൊന്നും പ്രോപ്പർ ആവാതിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇന്നലെയും കേട്ടുള്ള ന്യൂസ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മാലദ്വീപിലും, പ്രധാനമായിട്ടും മാലദ്വീപ്സിൽ നമ്മളുടെ അവിടുത്തെ ഒരു മന്ത്രിമാർ നമ്മളുടെ പ്രധാനമന്ത്രിയെ കുറിച്ച് പറഞ്ഞതും ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ അതൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ജനുവരി 9-ാം തീയതിയാണ് നമ്മൾ 2024 കടന്ന് 9-ാം തീയതിയിലേക്ക് എത്തി. 9 ദിവസമായി. വളരെ ഫാസ്റ്റായിട്ടാണ് നമുക്ക് ഇനിയിപ്പോൾ 2025 നമ്മൾ കിടക്കുക. കാരണം 2023 അത്രയും ഫാസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ആയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും നല്ലത് തന്നെ നടക്കട്ടെ. നാളത്തെ ദിവസം ജനുവരി 10-ാം തീയതി നമ്മളുടെ ഗാനഗന്ധർവന്റെ 84-ാം പിറന്നാളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോയും കേക്കും എല്ലാം കൊടുത്തുകൊണ്ടുള്ള ഒരു ചെറിയ ഇതിലാണ് നമ്മളുടെ ഇന്നത്തെ പത്രം വായന സ്റ്റാർട്ട് ചെയ്യുന്നത്. യേശുദാസിന് പിറന്നാൾ ആശംസകൾ നേർന്ന മാതൃഭൂമിയുടെ ഗാനാർപ്പണം. 84-ാം പിറന്നാളിന് 84 കൗമാര സ്വരങ്ങൾ മാതൃഭൂമിക്ക് വേണ്ടി പാടി. 84 കുട്ടികൾ കൗമാര സ്വരങ്ങൾ മാതൃഭൂമിക്ക് വേണ്ടി പാടി. അത് ശതാഭിഷിക്തനാവുന്ന ഗാനഗന്ധർവനുള്ള സ്നേഹപ്രണാമമായി മത്സരത്തിനെത്തിയ ഗായകരായ കുട്ടികൾ ദാസേട്ടനോടുള്ള അവരുടെ ഇഷ്ടം അദ്ദേഹം പാടിയ പാട്ടുകളിലൂടെ മാതൃഭൂമിയോട് പങ്കുവച്ചു. അപ്പോൾ ഓൾ പേജുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസാണ്. സോ നമുക്ക് ആദ്യം തന്നെ അദ്ദേഹത്തിന് നമുക്ക് ഒരു വലിയ പിറന്നാൾ ആശംസകൾ. നാളെയാണ്, എന്നാലും നമുക്ക് നേരത്തെ തന്നെ നമ്മളുടെ സൈഡിൽ നിന്നും കൊടുക്കാം. അപ്പോൾ അദ്ദേഹത്തിന് ആരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു. അദ്ദേഹം കുറേ ഇപ്പോൾ ഒരു 2-3 വർഷങ്ങളായിട്ട് അമേരിക്കയിലാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റും ഒക്കെ ഭാഗമായിട്ട്. സോ എത്രയും പെട്ടെന്ന് എല്ലാം മാറി നമുക്ക് നമ്മുടെ നാട്ടിലേക്ക്, ഇന്ത്യയിലേക്ക് തിരിച്ചെത്താൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽക്കീസ് കേസിൽ പീഡനക്കാർക്ക് വീണ്ടും ജയിൽ. ഗുജറാത്ത് സർക്കാരിന് തിരിച്ചടി എന്ന് പറഞ്ഞിട്ടൊരു സബ് ഹെഡിങ്ങും 11 പ്രതികളുടെയും മോചനം സുപ്രീം കോടതി റദ്ദാക്കി. 2 ആഴ്ചയ്ക്കുള്ളിൽ കീഴടങ്ങണം. ശിക്ഷ അളവ് തീരുമാനിക്കേണ്ടത് മഹാരാഷ്ട്ര എന്ന് പറഞ്ഞാൽ ആദ്യം ഇത് ഗുജറാത്തിന് തന്നെയാണ് ഈ കോടതി ഇത് ചെയ്തത്. എന്ന് പറഞ്ഞാൽ സർക്കാരിന് തീരുമാനിക്കാം ഇവരുടെ ശിക്ഷ ഇളവിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇത് എന്ത് തീരുമാനിക്കുന്നതും സർക്കാരിന് തീരുമാനിക്കാമെന്നും പറഞ്ഞ് ഗുജറാത്തിനോട് പറഞ്ഞു. അത് കഴിഞ്ഞ് അതേ ഇപ്പോൾ കോടതി വീണ്ടും തിരിച്ചു പറഞ്ഞിരിക്കുകയാണ്. കാരണം ഇത് നടന്നത് മഹാരാഷ്ട്രയിലായതുകൊണ്ട് മഹാരാഷ്ട്രയിൽ വെച്ച് ഇതിന് ഒരു മഹാരാഷ്ട്ര ശിക്ഷ ഇളവ് തീരുമാനിക്കേണ്ടത് മഹാരാഷ്ട്രയാണെന്നും പറഞ്ഞുകൊണ്ടുള്ള ന്യൂസ് ഉണ്ട്. സോ ബിൽക്കീസ് ബാനു കേസിൽ ഗുജറാത്ത് സർക്കാരിന് തിരിച്ചടി. 11 പ്രതികളെ ജയിൽ മോചിതരാക്കിയ നടപടി സുപ്രീം കോടതി റദ്ദാക്കി. കേസിന്റെ വിചാരണ നടന്നത് മഹാരാഷ്ട്രയിലായതിനാൽ ഗുജറാത്ത് സർക്കാരിന് പ്രതികളെ മോചിപ്പിക്കാൻ അധികാരമില്ലെന്ന് ജസ്റ്റിസ് BV നാഗരത്ന അധ്യക്ഷയായ ബെഞ്ച് വ്യക്തമാക്കി. പ്രതികൾ 2 ആഴ്ചയ്ക്കകം ജയിലിൽ കീഴടങ്ങണമെന്നും വിധിച്ചു. ജീവപര്യന്തത്തിൽ ശിക്ഷിക്കപ്പെട്ട 15 വർഷത്തോളം തടവ് അനുഭവിച്ച പ്രതികളെ 2022 ഓഗസ്റ്റ് 10-നാണ് ജയിലിൽ നിന്ന് മോചിപ്പിച്ചത്. ഗുജറാത്ത് സർക്കാരിന് ഈ ഉത്തരവാണ് ജസ്റ്റിസ് ഉജ്വൽ ഭുയാൻ കൂടി ഉൾപ്പെട്ട ബെഞ്ച് റദ്ദാക്കിയത്. ഏത് സംസ്ഥാനത്ത് വച്ചാണോ ശിക്ഷ വിധിച്ചത് അവിടുത്തെ സർക്കാരാണ് ജയിൽ മോചനത്തിനുള്ള അപേക്ഷ പരിഗണിക്കേണ്ടത്. അതിനാൽ പ്രതികൾ ജയിൽ മോചനം നൽകുന്നതുമായി ബന്ധപ്പെട്ട ഗുജറാത്ത് സർക്കാരിന്റെ 1992 ജൂലൈ 9 നയം ഈ കേസിൽ ബാധകമല്ല. ശിക്ഷയളവിനുള്ള അധികാരം മഹാരാഷ്ട്ര സർക്കാരിനല്ലെന്ന് 2022 മെയ് 13 സുപ്രീം കോടതി ഉത്തരവ് പ്രതികളിൽ ഒരാൾ തട്ടിപ്പിലൂടെ നേടിയതാണെന്നതിനാൽ അതിന് സാധുതയില്ല.
വസ്തുതകൾ മറച്ചുവെച്ച് നേടിയ ഉത്തരവിനെതിരെ പരിശോധന ഹർജി നൽകാതെ ഗുജറാത്ത് സർക്കാരും പ്രതികൾക്ക് ഒപ്പം നിന്നു. ജയിൽ മോചനത്തിനുള്ള അപേക്ഷ പരിഗണിക്കേണ്ടത് ശിക്ഷിക്കപ്പെട്ട സംസ്ഥാനത്തെ സർക്കാരാണെന്ന് സുപ്രീം കോടതിയുടേതെന്ന് വിശാല ബെഞ്ച് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസാണ്. ആ 5 വിഷയങ്ങളാണ് അവർ ഇത് ചെയ്യുന്നത്. ബിൽക്കീസിന്റെ ഹർജി നിലനിൽക്കും. അനുകൂല ഉത്തരവ് നേടിയെടുക്കാൻ പ്രതികൾ ആശ്രയിച്ച സുപ്രീം കോടതിയിലെ കേസിൽ ബിൽക്കിസ് കക്ഷിയായിരുന്നില്ല. മറ്റുള്ളവർ നൽകിയ പൊതു താൽപര്യ ഹർജി നിലനിൽക്കുമോ? അതിൽ അതിജീവിതയായ ബിൽക്കിസ് തന്നെ നേരിട്ടെത്തി സാഹചര്യത്തിൽ അക്കാര്യം ഉചിതമായ മറ്റൊരു കേസിൽ പരിശോധിക്കാം. പ്രതികളുടെ ജയിൽ മോചനം തീരുമാനിക്കാൻ ഗുജറാത്ത് സർക്കാരിന് അധികാരമുണ്ടോ? ഇല്ല. കാരണം അതിന്റെ ചോദ്യമുണ്ട്, ഉത്തരവുണ്ട്. ഇല്ല. വിചാരണ നടന്നത് മുംബൈയിലായതിനാൽ മഹാരാഷ്ട്രയ്ക്കാണ് അധികാരം. കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് സർക്കാരല്ല വിചാരണ നടത്തി ശിക്ഷിച്ച് സംസ്ഥാനമാണ് ഇക്കാര്യം തീരുമാനിക്കേണ്ടത്. ഗുജറാത്ത് സർക്കാരിന് ജയിൽ മോചന ഉത്തരവ് നിയമപരമാണോ? അല്ല. പ്രതി തട്ടിപ്പിലൂടെ നേടിയ വിധിയുടെ ബലത്തിലാണ് ഗുജറാത്ത് സർക്കാരിന്റെ നടപടി. മോചന ഉത്തരവ് റദ്ദാക്കിയാൽ ഇനി എന്ത്? പ്രതികൾ ജയിലിലേക്ക് തിരിച്ചു പോകണം. വ്യക്തി സ്വാതന്ത്ര്യത്തെക്കാൾ വലുത് നിയമവാഴ്ചയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭരണകൂടം അതിന്റെ കർത്തവ്യം നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ കോടതി ഇടപെടുന്നതിനെയാണ് നിയമവാഴ്ച എന്ന് പറയുന്നത്. നിയമവാഴ്ച തകർന്നാൽ ഭരണഘടന നൽകുന്ന തുല്യതാ അവകാശത്തിന്റെ നിഷേധമാകും സുപ്രീം കോടതി. ഇത്രയുമാണ് നിയമവാഴ്ച. പുല്ലരട്ടെ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ന്യൂസ് ഉണ്ട്. പിന്നെ നമ്മളുടെ കൊല്ലത്ത് നമ്മളുടെ ഇന്നലത്തെ സമാപന ചടങ്ങ് ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ ഒരു ജനക്കൂട്ടം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതിന്റെ ഫോട്ടോയും കാര്യങ്ങളും. കൊല്ലത്ത് കണ്ണൂരോളം എന്ന് പറഞ്ഞിട്ട് കണ്ണൂരിനാണ് നമ്മളുടെ ആ ഇത് കിരീടം കിട്ടിയത്. സോ അതിനെക്കുറിച്ച് ഉള്ളുണ്ട്. കണ്ണൂര് 952. കോഴിക്കോടാണ് സാധാരണ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കോഴിക്കോടിനെ തള്ളി കണ്ണൂര് മുകളിലേക്ക് വന്നു. കണ്ണൂർ 952 പോയിന്റാണ്, കോഴിക്കോട് 949 പോയിന്റ്, പാലക്കാട് 938, തൃശ്ശൂർ 925, മലപ്പുറം 913, കൊല്ലം 912, എറണാകുളം 899, തിരുവനന്തപുരം 870, ആലപ്പുഴ 852, കാസർഗോഡ് 846, കോട്ടയം 837, വയനാട് 818, പത്തനംതിട്ട 774, ഇടുക്കി 730. വലിയ കുഴപ്പമില്ലാണ്ട് കട്ടക്ക് എല്ലാ ഡിസ്ട്രിക്റ്റുകളും നിൽക്കുന്നുണ്ട്. അടിപൊളി സംഭവം, കലക്കി. അപ്പോൾ നമുക്ക് അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞാൽ മാൽദ്വീപ് പ്രതിനിധിയെ വിളിച്ചു വരുത്തി ഇന്ത്യ വിശദീകരണം തേടി. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്, നമ്മൾ ഓൾറെഡി അറിയാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഡോക്ടർ എം സുകുമാരൻ നായർ അന്തരിച്ചു. അദ്ദേഹം പ്രമുഖ വിദ്യാഭ്യാസ വിചക്ഷണനും അതേപോലെ തന്നെ നമ്മളുടെ എം ജി സർവകലാശാലയുടെ വൈസ് ചാൻസലറും ഒക്കെ ആയിരുന്നു. അദ്ദേഹം അന്തരിച്ചു. 94 വയസ്സായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഗോൾഡൻ ഗ്ലോബിൽ തിളങ്ങി ഓപ്പൺഹൈമർ തിളങ്ങാതിരിക്കാൻ ഒരു ചാൻസും ഇല്ല. സോ മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളനാണ്. അതുപോലെ തന്നെ മികച്ച നടി ലില്ലി ഗ്ലാഡ്സ്റ്റൺ, നടൻ കില്ലിയൻ മർഫിയും സഹനടൻ റോബർട്ട് ഡൗണി ജൂനിയറും. സോ ഇതൊക്കെയാണ് ഗോൾഡൻ ഗ്ലോബൽ അവാർഡിൽ ഓപ്പൺഹൈമറാണ് ഏറ്റവും കൂടുതൽ അവാർഡുകളും എല്ലാം വാങ്ങിച്ചിരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ മോദി പങ്കെടുക്കും എന്ന് പറഞ്ഞിട്ട് ന്യൂസ് ഉണ്ട്. 2 ആഴ്ചയ്ക്കുള്ളിൽ തൃശൂർ ജില്ലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2ാം സന്ദർശനമാണ്. ഇത്തവണ ഗുരുവായൂരിലാണ് എത്തുന്നത്. ജനുവരി 17 സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ അദ്ദേഹം പങ്കെടുക്കും. രാവിലെ 8 ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് വിവാഹത്തിൽ പങ്കെടുക്കുക. അപ്പം ഗംഭീര അടിപൊളിയാണ്. ഗുരുവായൂർ വീണ്ടും എത്തുന്നു, അദ്ദേഹം ഇവരുടെ കല്യാണത്തിന് പങ്കെടുക്കുന്നു. ഇതെല്ലാം BJP സുരേഷ് ഗോപിക്ക് നൽകുന്ന വലിയൊരു സപ്പോർട്ടാണ്. ഇത് ചെറിയൊരു കാര്യമല്ല. കാരണം ഇപ്പോൾ വന്നേ ഉള്ളൂ, വീണ്ടും വരിക എന്ന് പറയുന്നത് ഒരു വലിയൊരു സംഭവമാണ്. അത് സുരേഷ് ഗോപിയെ സംബന്ധിച്ച് വലിയൊരു ഫ്യൂവലാണ് രാഷ്ട്രീയപരമായിട്ട് ഞാൻ പറയാം. അതിനേക്കാൾ ഉപരി നമ്മളുടെ ഇപ്പോൾ എൻ്റെ മകളുടെ കല്യാണത്തിന് പ്രധാനമന്ത്രി വരിക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. കാരണം ഇതിനു മുമ്പും അതിനേക്കാളും വലിയ BJP ആൾക്കാരുടെ കല്യാണമൊക്കെ നടന്നിട്ടുണ്ട്. വരാൻ സാധിച്ചിട്ടുള്ള പല കാരണങ്ങളായിരിക്കും. പക്ഷെ ഇതൊരു സൂപ്പറായിപ്പോയി. അപ്പോൾ അതേപോലെ തന്നെ നമ്മളുടെ വേറൊരു നമ്മളുടെ ബെക്കൻ ബോവർ എന്ന് പറഞ്ഞിട്ട്, അത് ഫുട്ബോളിൽ ജർമ്മൻ ഫുട്ബോൾ ടീം നായകനായിട്ടും ക്യാപ്റ്റനും ഒക്കെ ആയിരുന്നു. അതേപോലെ തന്നെ പരിശീലകനായും ലോകകപ്പ് നേടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കാലയളവിൽ. സോ അങ്ങനെ 1974 ലോകകപ്പിൽ വെസ്റ്റ് ജർമ്മനി കിരീടം നേടി. ഫൈനലിൽ നെതർലാൻഡ്സിനെ തോപ്പിച്ച്
അപ്പോൾ അതൊക്കെ ഒരു വലിയ കാര്യമാണ്. അദ്ദേഹം നമ്മെ വിട്ടു പിരിഞ്ഞു. കളിക്കാരനായും കോച്ചായും ഫിഫ ലോകകപ്പ് ഏറ്റുവാങ്ങിയ ജർമ്മൻ ഫുട്ബോൾ ഇതിഹാസം ഫ്രാൻസ് ബെക്കൻ ബോവർ 78 വയസ്സായിരുന്നു, അന്തരിച്ചു. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെയാണ് മരണവിവരം പുറത്തു വന്നത്. അദ്ദേഹത്തിന്റെ ആത്മാവിന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. MG ഇന്നത്തെ പരീക്ഷ മാറ്റിവെച്ചിട്ടുണ്ട്. MG സർവകലാശാല, മഹാത്മാഗാന്ധി സർവകലാശാല ചൊവ്വാഴ്ച നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു. പുതിയ തീയതി പിന്നീട് അറിയിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഇതുണ്ട്. അതേപോലെ തന്നെ 2 ദിവസം കൂടി മാത്രം എന്ന് പറഞ്ഞാൽ ഏർലി ബേർഡ് ഓഫർ ടിക്കറ്റുകൾ മറ്റേ മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിന് നിങ്ങൾക്ക് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ജനറൽ 4 ഡേയ്സിന് 900, സ്റ്റുഡൻസ് 4 ഡേയ്സിന് 600 രൂപയുള്ളൂ. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നിങ്ങൾ അതിൽ അവരുടെ mpifl.com കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കിട്ടും. ഇതൊക്കെയാണ് ഫ്രണ്ട് പേജ്. സെക്കൻഡ് പേജിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേനും നാട്ടുവർത്തമാനം, അതേപോലെ തന്നെ ഇതൊക്കെ തന്നെയാണ്. അയോധ്യ ആദ്യ ക്ഷണപത്രം മാതാമൃതാനന്ദമയ്ക്ക് നൽകി. അയോധ്യയിൽ 22 നടക്കുന്ന ശ്രീരാമ ജന്മഭൂമി പ്രാണപ്രതിഷ്ഠയുടെ കേരളത്തിലെ ആദ്യ ക്ഷണപത്രം വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി മാതാമൃതാനന്ദമയി ദേവിക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അതൊരു വലിയ സംഭവമായിട്ട് അവിടെ നടക്കട്ടെ. യുവതിയെയും സുഹൃത്തുക്കളെയും ആക്രമിച്ചു, ലോഡ്ജ് ഉടമയും സുഹൃത്തിനും പിടിയിൽ. തമിഴ്നാട്ടിൽ ഇന്ന് ബസ് പണിമുടക്കാണ്. ശമ്പള വർധന ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബസ് ജീവനക്കാർ ചൊവ്വാഴ്ച മുതൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്തുമെന്ന് സംയുക്ത സമര സമിതി നേതാക്കൾ അറിയിച്ചു. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയാം. അവിടെ സാധാരണ സമരങ്ങളൊന്നും നടക്കാത്തതാണ്, നമുക്ക് നോക്കാം. പിന്നെ ട്രാൻസ്ജെൻഡർ തിരിച്ചറിയൽ കാർഡ് 2888 അപേക്ഷകർ പുറത്ത്. അത്രയും പേര് പുറത്തായി. എന്താ കാര്യം? അപേക്ഷിക്കാൻ മടിക്കുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. സമൂഹത്തെയും മതത്തെയും എല്ലാം പേടിച്ച് പലരും സ്വത്വം വെളിപ്പെടുത്തുകയോ സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുകയോ ചെയ്യുന്നില്ല. അതിനാൽ ആനുകൂല്യങ്ങൾ കിട്ടാതാവുകയും ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ജീവിതം കൂടുതൽ പ്രയാസകരമാവുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് ഉണ്ട്. തിരുവാഭരണ ഘോഷയാത്ര 13-ന് പുറപ്പെടും. ശബരിമല മകരവിളക്കാണ്. അങ്ങനെയുള്ള ന്യൂസ് കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ 4ലേക്കും 5ലേക്കും പോകുമ്പോഴത്തേനും മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കാനുള്ള സിനഡ് സമ്മേളനം തുടങ്ങി. അതുപോലെ തന്നെ കുർബാന തർക്കം കാക്കനാട് സെയിന്റ് ഫ്രാൻസിസ് ആസീസ് പള്ളിയിൽ സംഘർഷം നടക്കുന്നുണ്ട്. അങ്ങനെ പല പള്ളികളിലും നടക്കുന്നുണ്ട്. പോലീസ് മർദ്ദിച്ച് പട്ടാളക്കാരന്റെ കാലൊടിച്ചെന്ന പരാതി പട്ടാളമെത്തിയ ആശുപത്രിയിൽ നിന്നും ഏറ്റെടുത്തു. പട്ടാളം ഏറ്റെടുത്തു. അതൊരു ചെറിയ കാര്യമല്ല, വേറെ ലെവലിലെ പരിപാടിയായിരിക്കും. നികുതി ഇനത്തിൽ തിരിച്ചുപിടിച്ചത് 1953 കോടി രൂപ. GST പുനഃസംഘടനയ്ക്ക് നാളെ 1 വയസ്സാവുന്നു. സംസ്ഥാന GST വകുപ്പ് പുനഃസംഘടന പ്രാബല്യത്തിൽ വന്നിട്ട് 1 വർഷം പൂർത്തിയാകുമ്പോൾ നികുതി കണക്കിൽ കേരളത്തിന് നേട്ടം. 2021 ജനുവരി 10-നാണ് പുനഃസംഘടനാ നടപടികൾ പൂർത്തീകരിച്ച് കൊണ്ടുള്ള ഔദ്യോഗിക ഉത്തരവ് സംസ്ഥാന GST വകുപ്പ് പുറത്തിറക്കിയത്. വായ്പാ പലിശ പുതുക്കി HDFC ബാങ്ക് വായ്പാ പലിശ പുതുക്കിയിട്ടുണ്ട്. അതൊന്ന് വേണ്ടി വായിക്കാം. HDFC ബാങ്ക് മാർജിനൽ കോസ്റ്റ് ഓഫ് ഫണ്ട്സ് അടിസ്ഥാനമാക്കിയുള്ള വായ്പകളുടെ പലിശ MCRൽ കൂട്ടി 0.10% വരെയാണ് വർധനവ്. ജനുവരി 8 മുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരും. 7% ജീവനക്കാരെ പിരിച്ചുവിടാൻ ഒരുങ്ങി ഫ്ലിപ്കാർട്ട്. 7% ജീവനക്കാരെ ഫ്ലിപ്കാർട്ട് പിരിച്ചുവിടാൻ പോവാണ്. കൊമേഴ്സ്യൽ കമ്പനിയായ ഫ്ലിപ്കാർട്ട് 5 മുതൽ 7% വരെ ജീവനക്കാരെ പിരിച്ചുവിടുന്നു. പ്രവർത്തനം വിലയിരുത്തി പിന്നോക്കം നിൽക്കുന്നവരെ ഒഴിവാക്കാനാണ് തീരുമാനം. ഏകദേശം 1500 പേർക്ക് തൊഴിൽ നഷ്ടമാകുമെന്നാണ് സൂചന. എൻ്റെ അമ്മോ, 7% മുതൽ 1500 പേരാണ് പോകുന്നത്. മാർച്ച് ഏപ്രിൽ മാസത്തോടെ ഇത് നടപ്പാക്കാനാണ് തീരുമാനം. ഇത് പുതിയ നടപടിയല്ലെന്ന് 2 വർഷമായി തുടരുന്നതാണെന്നും കമ്പനി വ്യക്തമാക്കി. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു. സി ഏറ്റെടുക്കിൽ നിന്നും സോണി പിന്മാറുന്നതായി റിപ്പോർട്ട്. എൻ്റെ അമ്മേ, സി വീണ്ടും പ്രശ്നത്തിലായോ? സി ഏറ്റെടുക്കുന്നില്ലെന്ന് സോണി പറയുന്നു. അതിൽ നിന്ന് അങ്ങനെ ഒരു റിപ്പോർട്ട് വരുന്നുണ്ട്. സി എന്റർടൈൻമെന്റ്, നമ്മുടെ സി കേരളം, സി ന്യൂസ്, അങ്ങനെ കുറെ പല ലാംഗ്വേജസ്. സോണി ഏറ്റെടുക്കുന്ന ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അതിപ്പോ സി എന്റർടൈൻമെന്റിനെ ഏറ്റെടുക്കാനുള്ള പദ്ധതിയിൽ നിന്നും ജാപ്പനീസ് കമ്പനിയായ സോണി കോർപ്പറേഷൻ പിന്മാറുന്നതായി റിപ്പോർട്ട്. കരാറിൽ നിന്ന് പിന്മാറുന്നതായി അറിയിച്ച് 20-ന് സോണിയുടെ ഇന്ത്യൻ വിഭാഗമായ കൾവർ മാക്സ് എന്റർടൈൻമെന്റ് വിടുതൽ നോട്ടീസ് നൽകുമെന്ന് ബ്ലൂംബെർഗ് വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ട്. ഇതൊക്കെ ശരിയാണെന്ന് അറിയില്ല. $1000 കോടി, ഏകദേശം 80,000 കോടി രൂപയ്ക്കായിരുന്നു പദ്ധതി മൊത്തം മേടിക്കാനുള്ളത് പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷെ എന്താണെന്ന് നമുക്കറിയില്ല. അബുദാബിയുമായി കലാ സാംസ്കാരിക സഹകരണത്തിന് കേരളം. അങ്ങനെ ഒരു ന്യൂസ് കാര്യങ്ങൾ 4-5 അത്രയൊക്കെ തന്നെയുള്ളൂ.
പിന്നെ 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 യെസ്, നമുക്ക് 6-7 പോകുമ്പോഴത്തേനും ബിൽക്കിസ് ഭരണത്തെ പൊളിക്കുന്ന കണ്ണീർ എന്ന് പറഞ്ഞിട്ട് ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഒരു കനൽ വഴിയും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുള്ള വലിയൊരു ന്യൂസായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് അങ്ങനെ നമ്മളിപ്പോൾ ഓൾറെഡി വായിച്ചതിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ന്യൂസാണ്. പോലീസിന്റെ അപമര്യാദ DGP വിശദീകരണം നൽകണമെന്ന് ഹൈക്കോടതി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ദുർവിനിയോഗ ഹർജിയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് വന്നിട്ടുണ്ട്. ഈ വാക്കുകൾക്ക് മുമ്പിൽ തോറ്റു എന്ന് പറഞ്ഞിട്ട് തരൂരിനെ ഈ തോൽപ്പിക്കാൻ പ്രയാസമെന്ന് രാജഗോപാൽ പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം കാര്യം BJP കാരനാണെങ്കിലും അദ്ദേഹം വളരെ അദ്ദേഹത്തിന്റെ മനസ്സുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ കാരണം ബുദ്ധി അല്ലെങ്കിൽ ഒരു സാധാരണ രാഷ്ട്രീയക്കാരന്റെ ഒരു സ്വഭാവങ്ങളും ഇല്ലാത്ത ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഓപ്പൺ ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരിക്കും. ഉൽപാദനക്ഷമത നോക്കി നാളികേര സംഭരണ പരിധി പുതുക്കും. സുരേഷ് ഗോപിക്ക് മുൻകൂർ ജാമ്യം നൽകിയിട്ടുണ്ട്. നമ്മുടെ മറ്റേ മാധ്യമ പ്രവർത്തകയെ അപമാനിച്ചെന്ന കേസിലാണ്. അതുപോലെ തന്നെ അതിന് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഇല്ലെന്നും സർക്കാരും പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെയുള്ള ന്യൂസ് കാര്യങ്ങൾ പോകുന്നു. പിന്നെ നമ്മളുടെ 6-7 വരുമ്പോഴത്തേനും ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ എന്താ പറയാ, മമ്മൂക്കയുടെ ഫോട്ടോയും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുള്ള കൈ വിരിച്ചുകൊണ്ടുള്ള കുറെ ഫോട്ടോസും ഇതൊക്കെ തന്നെയാണ്. പിന്നെ ലാസ്റ്റ് പേജിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ 12-13 പേജുകളിലേക്ക് വരുമ്പോൾ ചരമക്കോളമുണ്ട്. ഗുഡ് ബൈ കൈസർ എന്ന് പറഞ്ഞിട്ട് ജർമ്മൻ ഫുട്ബോൾ ഇതിഹാസം ബെക്കൻ ബോവർ വിടവാങ്ങിയത് മരിയോ സഗാലോ മരിച്ച 2ാം ദിവസം. പരമ്പര അഫ്ഗാനിസ്ഥാനെതിരെ നോട്ടം ലോകകപ്പിൽ. ഇഷാൻ എവിടെയെന്ന് പറഞ്ഞു രണ്ടുപേരും കൂടി നോക്കുന്ന രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഫോട്ടോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വിവാദം പിച്ചുന്നു എന്ന് പറഞ്ഞിട്ട് കേരളം UP മത്സരം സമനില. ഇതൊക്കെ തന്നെയാണ് സ്പോർട്സ് ന്യൂസിലും ഉള്ളത്. ലാസ്റ്റ് പേജിലേക്ക് വരുമ്പോഴത്തേനും ഹിസ്ബുൾ കമാൻഡറെ ഇസ്രായേൽ വധിച്ചു എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് ഉണ്ട്. ഗാസയിൽ 24 മണിക്കൂറിനുള്ളിൽ 249 മരണമാണ് നടക്കുന്നത്. അത് എങ്ങനെയാണ് എന്നാ നിൽക്കാന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ചന്ദ്രയാൻ തൊടാൻ പെരഗ്രീൻ പുറപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ് ഉണ്ട്. ഷെയ്ഖ് ഹസീനയെ അഭിനന്ദിച്ചു മോദി. നമ്മുടെ ബംഗ്ലാദേശിലെ വീണ്ടും നമ്മുടെ 4ാമതും പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിയ ഷെയ്ഖ് ഹസീനയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. അതുപോലെ തന്നെ വാടക ഗർഭധാരണം നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട് മാർപ്പാപ്പ ഇട്ടിരിക്കുന്നു. അങ്ങനെ അദ്ദേഹം ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. മോദിക്കെതിരെയുള്ള അധിക്ഷേപം രാജ്യത്തിന്റെ അഭിപ്രായമല്ലെന്ന് ഇന്ത്യൻ സ്ഥാനാപതിയോട് മാലദ്വീപ് പറഞ്ഞിരിക്കുകയാണ്. അത് രാജ്യത്തിന്റെ അഭിപ്രായമല്ല. പിന്നെ അതുപോലെ വണ്ടിപ്പെരിയാർ കേസ് രാജേഷ് മേനോൻ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആകണമെന്ന് കുട്ടിയുടെ അച്ഛൻ. ലക്ഷദ്വീപിന് പിന്തുണയുമായി ഇസ്രായേൽ വന്നിട്ടുണ്ട്. ലക്ഷദ്വീപിന് പിന്തുണയുമായിട്ട് ഇസ്രായേൽ വന്നിരിക്കുകയാണ്. വിവാദങ്ങൾക്ക് ഇടെ ലക്ഷദ്വീപ് വിനോദസഞ്ചാരത്തിന് പിന്തുണയുമായി ഇസ്രായേൽ രംഗത്തെത്തിയിട്ടുണ്ട്. പ്രമീള ശശിധരൻ പാലക്കാട് നഗര അധ്യക്ഷയായിട്ടും തെരഞ്ഞെടുത്തു. കേന്ദ്ര നയങ്ങൾ കൊണ്ട് കർഷകർ കൃഷി ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ രാഷ്ട്രീയ ജനതാദൾ പറഞ്ഞിട്ടുണ്ട്. അത് രാഷ്ട്രീയം നടക്കട്ടെ. PK വീരമണി ദാസന് ഹരിവരാസനം പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ഹരിവരാസനം പുരസ്കാരം തമിഴ് പിന്നണി ഗായകൻ PK വീരമണി ദാസിനെ തിരഞ്ഞെടുത്തു. 1 ലക്ഷം രൂപയും പ്രശസ്ത പത്രവും മടങ്ങുന്നതാണ് പുരസ്കാരം. 15 രാവിലെ 8 ശബരിമല സന്നിധാനം ഓഡിറ്റോറിയത്തിൽ മന്ത്രി K രാധാകൃഷ്ണൻ പുരസ്കാരം നടത്തും. സർവമത സഹോദര്യത്തിനും സമഭാവനയ്ക്കുമുള്ള സർഗാത്മ പ്രവർത്തനം പരിഗണിച്ചാണ് പുരസ്കാരം. കല്ലുമുള്ളും കാലുക്കുമെത്തെ അത് ആ പാട്ടൊക്കെ ഇദ്ദേഹമാണ് പാടിയിരിക്കുന്നത്. അതുപോലെ തന്നെ കുറെ ഉണ്ട്. മണികണ്ഠ സ്വാമി, ഇരുമുടി സ്വാമിമാരെ, അയ്യപ്പന്മാരെ തുടങ്ങിയ 6000-ഓളം ഭക്തിഗാനങ്ങൾ വീരമണിദാസൻ ആലപിച്ചിട്ടുണ്ട്. സംസ്ഥാന സ്കൂൾ കലോത്സവ മത്സരങ്ങൾ ഇനിയും കുറ്റമുറ്റതാകണമെന്ന് VD സതീശൻ ഇന്നലെ പറഞ്ഞിരുന്നു പ്രതിപക്ഷ നേതാവ്. ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ പത്രത്തിലുള്ളത്. ഇന്ന് പ്രധാനമായിട്ടും ഈ പറഞ്ഞ പോലെ നമ്മളുടെ ബിൽക്കീസിന്റെ ഒരു ന്യൂസ് കാര്യങ്ങൾ, പിന്നെ അതുപോലെ നമ്മുടെ ദാസേട്ടന്റെ 84ാം പിറന്നാളാണ് നാളെ. സോ അങ്ങനെയുള്ള ന്യൂസുകളും കാര്യങ്ങളും ഇത്രയൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും ഉള്ളത്. വേറെ പ്രത്യേകിച്ച് ന്യൂസുകളൊന്നുമില്ല. സുരേഷ് ഗോപിയുടെ മോളുടെ കല്യാണത്തിന് ശ്രീ നരേന്ദ്രമോദി എത്തുന്നു. അതൊക്കെ ഒരു വലിയ ന്യൂസാണ്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ MG സർവകലാശാലയിൽ ഇന്നത്തെ പരീക്ഷകളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ 2 ദിവസമായിട്ട് പേപ്പർ വായിക്കുന്നുണ്ട്, സോറി. നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ചൂടുള്ള വാർത്തയാണ്. എല്ലാവരും ഇന്ന് ജോലിക്ക് പോകാൻ, ട്യൂസ്ഡേ ആണ്, ജോലിക്ക് പോകാനൊക്കെ ആയിട്ട് റെഡി ആയിട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ജോലിക്ക് പോകും. കാര്യങ്ങളൊക്കെ ഉഷാറാവട്ടെ. വേറൊന്നും പറയാനില്ല. ഒരു നല്ല ഗുഡ് മോർണിംഗ്.